ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർവ ബലാഷ സഫാരി പാർക്കാണ്. മെയിൻലി ഇത് ടൈഗർ റിസർവ് ആണ്. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ടൈഗർ റിസർവ് ഉള്ളത്. ഇത് ഞങ്ങൾ സഫാരിയെ കഴിഞ്ഞിട്ടാണ് വന്ന് ഈ ഒരു ക്ലിപ്പ് എടുത്തേക്കുന്നത്. കാര്യം വന്ന സമയം നല്ല ഇരുട്ടായതുകൊണ്ട് ഒരു എൻട്രൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫൈനലി വെൽക്കം ടു ഘോഷ് മീഡിയ. കണ്ട, ഇതാണ് ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞെടുത്തൊരു വീഡിയോ കേട്ടോ. അതിൽ വണ്ടി പാർക്കിംഗ് സ്ഥലം, ടിക്കറ്റ് കൗണ്ടർ എല്ലാം ഇതിൽ കാണാം. അധികം റഷൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ. ഓക്കെ, ഈ സഫാരി പോകുന്നതെല്ലാം ഒരു ജീപ്പിലാണ്. ജീപ്പിലൊരു ഗൈഡ് വിത്ത് ഗൺമാൻ. ആ ഗൺമാൻ തന്നെയാണ് ഗൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് പോവാം. ഇത് ആക്ച്വലി ഒരു ഓപ്പൺ ജീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് പേടിച്ചാണ് ഇരുന്നത്. കാര്യം ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു, ടൈഗർ കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണും ഒരു തോക്കും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്തെങ്കിലും രാത്രി ആ ഒരു ഇട്ടത്തൊന്നും കാണാൻ പറ്റിയില്ല. ഫൈനലി ഞങ്ങൾ കുറച്ച് കാട്ടുപോത്തുകളെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ദൂരെയായിട്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഫൈനലി നേരം വെളുത്തപ്പോൾ കുറച്ച് കാട്ടുപോത്തുകൾ നമുക്ക് കാണാൻ കിട്ടി ദൂരെ നിൽക്കുന്നതായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ പതുക്കെ സ്ലോ മൂവിങ് ആണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു വണ്ടി ഒന്ന് നിർത്തി തരാമെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് സമാധാനപരമായിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പോകാമെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു നമ്മുടെ സേഫ്റ്റി വെച്ചിട്ട് അവർ പറഞ്ഞു അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് സ്ലോലി വണ്ടി വിടുകയാണ്. ഈ സ്ഥലത്താണ് ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു ഗൈഡ് നമ്മൾ. അതുപോലെ തന്നെ അയാൾ പറഞ്ഞു ഇവിടെ വെള്ളം കുറയുമ്പോഴാണ് ഈ മൃഗങ്ങളൊക്കെ എസ്പെഷ്യലി നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നും പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു കാൽപ്പാടൊക്കെ ഇങ്ങനെ ഉണ്ട്, കുറേ മൃഗങ്ങളൊക്കെ വന്നു പോയതിൻ്റെയൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ നമുക്ക് പല മൃഗങ്ങളുടെയും കാൽപ്പാടുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പുലിയുടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഗൈഡ് പറഞ്ഞത് പുലിക്കുഞ്ഞിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടിട്ട് പുലിക്കുഞ്ഞിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടില്ലേ, പുലിയുടെ കാൽപ്പാട് വരെ കണ്ട സ്ഥിതിക്ക് അടുത്തത് പുലിയെ പെട്ടെന്ന് കാണാമെന്നുള്ള ആഗ്രഹത്തിൽ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കുരങ്ങനെ കണ്ടു. സിംഹവാലൻ കുരങ്ങെന്നൊക്കെ പറയത്തില്ലേ, ഇതിനെ നമ്മൾ ട്രിവാൻഡ്രം സൂവിലൊക്കെ ചെന്നാൽ കാണാം. അത് കേജ്ഡായിട്ട് കാണാം. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നാച്ചുറൽ ഇതിൽ കാണാം. പുലിയെ കാണാനായിട്ട് 6 മണിക്ക് തുടങ്ങിയ യാത്രയാണെങ്കിലും ഇപ്പോൾ ഏതാണ്ട് സമയം 7:30 ആയി. നല്ല നേരമൊക്കെ വെളുത്തു, ലൈറ്റ്സൊക്കെ വന്നു. നല്ല തണുപ്പുള്ള ഒരു ചെറിയ വെയിൽ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു നല്ലൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ദൂരെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. എന്താണത്? കുറച്ചും കൂടെ യാത്ര മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ആരാധനാ സ്ഥലം പോലെ ഒരു ഇത് കണ്ടു. അവിടെ ഒരു ശിവലിംഗമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പം പെട്ടെന്നൊരു മാൻ ഞങ്ങളെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഓടിപ്പോയി. പുലി ഇപ്പോൾ കാണുന്ന പ്രതീക്ഷയോടെ മുമ്പോട്ട് പോയെങ്കിലും പുലിയൊന്നും കാണാൻ പറ്റിയില്ല. അതിപ്പോൾ ഓരോ സമയം പോലെ ഇരിക്കും. നമ്മുടെ സമയത്ത് പുലി ഉണർന്നിട്ടുണ്ടാകത്തില്ല, ഓട്ടേവോ എന്തായാലും കാണാൻ പറ്റിയില്ല. ബട്ട് ഞങ്ങൾക്ക് മുമ്പ് പോയ ആൾക്കാർക്ക് അത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നാട്ടിൽ ചെന്ന് പുലിനെയൊക്കെ കാണാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങളിവിടെ തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി നാട്ടിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഘോഷ് മീഡിയ സൈനിങ് ഓഫ്.